ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളും കോഴ്സിൻ്റെ ലാംഗ്വേജ് അപ്പം പലരും ചോദിക്കേണ്ടത് ഇപ്പോൾ മലയാളത്തിൽ തന്നെ നമ്മളിപ്പോൾ എന്ത് കാര്യം പഠിക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷയെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ തലയിൽ കയറുന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പം ക്ലാസ്സസ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ മുമ്പ് ഇംഗ്ലീഷിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിൽ 2 പ്രോബ്ലം ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന എത്രത്തോളം സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇംഗ്ലീഷ് അത്ര പ്രോപ്പറായിട്ട് അറിയണമെന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് വളരെ കുറവായിരിക്കും. പിന്നൊന്ന് വെച്ചാൽ ഇവർക്ക് ഡൗട്ട് ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല ഇംഗ്ലീഷിലാവുമ്പോൾ. ഇത് 2 കാരണം ഇവർക്ക് ഉള്ള ഡൗട്ടുകൾ പോലും ചോദിക്കില്ല, ഈ പേടി കാരണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിവർക്ക് ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവണം എന്നുള്ള രീതിയിൽ മലയാളത്തിൽ തന്നെയാണ് ക്ലാസ് എടുക്കണം. അപ്പോൾ ഈ മലയാളത്തിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവും. പിന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാകുമ്പോൾ പിന്നെ അവർക്ക് ഡൗട്ട് വരും. അവർക്ക് ചോദിക്കാനും പേടി ഉണ്ടാവില്ല. മലയാളം ആകുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് ആയിട്ട് ചോദിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് മലയാളമാണ്. ടെക്നിക്കലി നിങ്ങൾ സൗണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ മൊത്തം മലയാളമല്ല, ക്ലാസ്സുകളുടെ മീഡിയ മാത്രമേ മലയാളമുള്ളൂ. ബാക്കിയുള്ള ടേംസും ഇങ്ങനത്തെ കാര്യങ്ങളും ഫുള്ളും ദെൻ ഡോക്യുമെൻറ്റ് ലാംഗ്വേജും ഒക്കെ ഇംഗ്ലീഷ് തന്നെയാണ്. ഓക്കെ, അതെന്തായാലും അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം അതർ ലാംഗ്വേജ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് തെലുഗു സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അതും ഇതേപോലെ തന്നെയാണ്. ദെൻ തമിഴ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അതിനും നമ്മളെ അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് സംസാരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിന് മിഡിൽ ഈസ്റ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ക്ലാസ് കൊടുക്കുന്നത്. ഓക്കെ, സോ അവർക്കും ഇതേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നേറ്റീവ് ലാംഗ്വേജിൽ സംസാരിച്ച് വരുന്ന ആൾക്കാരാകുമ്പോൾ അവർക്കും ഈ ഒരു ടെക്നിക്കൽ നോളജ് കൂടുതൽ. നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ട് കൊണ്ടുതരുന്ന ആൾക്കാരാണ്. റിസൾട്ട് കൊണ്ടുതരണമെങ്കിൽ അവർക്ക് ടെക്നിക്കൽ അറിയണം, എന്നാൽ മാത്രമാണ് റിസൾട്ട് കൊണ്ടുതരാൻ പറ്റും.